ഏകദേശം 1000 അടി ഉയരമുള്ള മെഗാ സുനാമി അമേരിക്കയുടെ വലിയൊരു ഭാഗം തന്നെ നശിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ശാസ്ത്രജ്ഞർ. കാസ്കാഡിയ സബ്ഡക്ഷൻ സോണിൽ ശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നതോടെ ഇത് സംഭവിക്കുമെന്നാണ് അവർ പറയുന്നത്. പ്രോസീഡിംഗ്സ് ഓഫ് ദ നാഷണൽ അക്കാഡമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച വിർജീനിയ ടെക്കിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനത്തിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഭൂകമ്പം മൂലം അമേരിക്കയുടെ തീരപ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ 6.5 അടി വരെ താഴ്ന്നു പോകുമെന്നും ഇത് സുനാമിയെ കൂടുതൽ വിനാശകാരിയാക്കുമെന്നും പഠനം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ എന്താണ് മെഗാ സുനാമി? സാധാരണ സുനാമിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മെഗാ സുനാമി. 100 കണക്കിനടി ഉയരത്തിലുള്ള തിരമാലകളാണ് മെഗാ സുനാമി സൃഷ്ടിക്കുന്നത്. ശക്തമായ ഭൂകമ്പങ്ങൾ, മണ്ണിടിച്ചിൽ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ഉൽക്കാവർഷങ്ങൾ പോലെ വെള്ളത്തിനടിയിൽ സംഭവിക്കുന്ന പ്രധാന സംഭവങ്ങൾ മൂലമാണ് ഇവ പൊതുവെ ഉണ്ടാകുന്നത്. സാധാരണ സുനാമിയിൽ നിന്ന് വ്യത്യസ്തമായി മൈലുകൾ താണ്ടി ഉൾനാടുകളിൽ പോലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എത്തും. തീരദേശം മാത്രമല്ല, ഉൾഗ്രാമങ്ങളെ പോലും ഇവ നശിപ്പിക്കും. ആളുകൾക്ക് രക്ഷപ്പെടാൻ പോലും അധിക സമയം കിട്ടില്ല. അത്രയും വേഗത്തിലാകും ഈ തിരമാലകൾ സഞ്ചരിക്കുക. അപൂർവമാണെങ്കിലും ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ജനവാസ മേഖലയിൽ ഇവ പതിച്ചാൽ വൻ അപകടങ്ങളാകും വരുത്തുക. അടുത്ത 50 വർഷത്തിനുള്ളിൽ അമേരിക്കൻ മേഖലയിൽ 8.0 തീവ്രതയിൽ ഭൂകമ്പത്തിന് 15% സാധ്യതയുണ്ടെന്നാണ് പ്രോസീഡിംഗ്സ് ഓഫ് ദ നാഷണൽ അക്കാഡമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച വിർജീനിയ ടെക്കിലെ ഭൗമശാസ്ത്രജ്ഞരുടെ പുതിയ പഠനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരമൊരു ശക്തമായ ഭൂകമ്പം ഉണ്ടായാൽ മെഗാ സുനാമിയും എന്തായാലും ഉണ്ടാകും. ഇതോടെ തീരപ്രദേശങ്ങൾ 6.5 അടി വരെ മുങ്ങിയേക്കാം. കൂടാതെ സിയാറ്റിൻ, ഒറീഗോൺ, പോർട്ട്ലാൻഡ് തുടങ്ങിയ പ്രധാന നഗരങ്ങളും ഒലിച്ചു പോകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. വടക്കൻ വാൻകൂവർ ദ്വീപിൽ നിന്ന് കാലിഫോർണിയയിലെ കേപ്പ് മെൻഡോസിനി വരെ നീളുന്ന ഒരു ഫോർട്ട് ലൈനായ കാസ്കേഡിയ സബ്ഡക്ഷൻ സോണിലാണ് ഭൂകമ്പം ഉണ്ടാകുന്നതെങ്കിൽ അലാസ്ക, ഹവായി, അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിലെ ചില ഭാഗങ്ങൾ എന്നിവ വരെ അപകടത്തിൽപ്പെടും. ഇവ പൂർണ്ണമായും മുങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. മെഗാ സുനാമി കാരണമുണ്ടാകുന്ന തിരമാലകൾ 1000 അടി വരെ ഉയരാം. ഇത് ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യും. സാധാരണ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന മാറ്റങ്ങളെ പോലെ ജനങ്ങൾക്ക് സ്ഥലത്തു നിന്നും മാറാനോ തയ്യാറെടുപ്പുകൾ നടത്താനോ ഉള്ള സമയം പോലും ലഭിക്കില്ല. മിനിറ്റുകൾക്കുള്ളിൽ മൈലുകളോളം സഞ്ചരിക്കാൻ ഈ തിരമാലകൾക്കാകുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. കൂടാതെ ഈ ആഘാതങ്ങളിൽ നിന്നെല്ലാമുള്ള വീണ്ടെടുക്കലിന് ഏറെ സമയം വേണ്ടി വരുമെന്നും പഠനത്തിന്റെ മുഖ്യ രചയിതാവും വിർജീനിയ ടെക്കിന്റെ ജിയോ സയൻസസ് വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ടീന ഡൂറ പറയുന്നുണ്ട്. തെക്കൻ വാഷിംഗ്ടൺ, വടക്കൻ ഒറിഗോൺ, വടക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലകളിൽ ഒന്നാണ് കാസ്കാഡിയ സബ്ഡക്ഷൻ സോണ്. അധികം വൈകാതെ ഇവിടെ വലിയൊരു ശക്തമായ ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. വടക്കൻ കാലിഫോർണിയ മുതൽ ബ്രിട്ടീഷ് കൊളംബിയ വരെ ഏകദേശം 700 മൈൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സോൺ പസഫിക് തീരത്ത് നിന്ന് ഏകദേശം 70 മുതൽ 100 മൈൽ വരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 10000 വർഷത്തിനിടയിൽ ഇവിടെ 43 ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1700 ജനുവരി 26-നാണ് ഇവിടെ അവസാനമായി ഭൂകമ്പം ഉണ്ടായത്. ഏകദേശം 9.0 തീവ്രത രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സുനാമി രൂപപ്പെട്ട് തീരപ്രദേശം മുങ്ങുകയും ചെയ്തുവെന്ന് ഒറീഗോൺ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇനിയൊരു ഭൂകമ്പം ഉണ്ടായാൽ അത് 5 മുതൽ 7 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുമെന്നാണ് കണ്ടെത്തൽ. അതിനാൽ മെഗാ സുനാമിയിൽ ഈ പ്രദേശം പൂർണ്ണമായി നശിക്കാൻ സാധ്യത ഏറെയാണ്. അതേസമയം 2025 ജൂലൈയിൽ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന പ്രവചനം ജപ്പാനിലെ പുതിയ ബാബ വാങ്ക പറഞ്ഞിരുന്നു. ജാപ്പനീസ് മാങ്ക കലാകാരിയായ റിയോ തത്സുഗയാണ് ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു പ്രവചനവുമായി വീണ്ടും എത്തിയിരിക്കുന്നത്. ഈ പ്രവചനം വിനോദസഞ്ചാരികളെ ആകുലരാക്കിയതുകൊണ്ട് ജപ്പാനിലേക്കുള്ള യാത്രാ ബുക്കിങ്ങുകളിൽ വൻ ഇടിവുണ്ടായിരിക്കുകയാണ്. ശാസ്ത്രീയമായ യാതൊരു തെളിവുകളും സാധ്യതകളും ഇല്ലാത്തതാണ് ഈ ഒരു പ്രവചനം. പക്ഷെ വിനോദസഞ്ചാരികളിലും പൊതുജനങ്ങളിലും വ്യാപകമായ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഈ ഒരു പ്രവചനം. ഇത് പാരയായത് ടൂർ ഏജൻസികൾക്കാണ്. പ്രത്യേകിച്ച് ഹോങ്കോങ്ങിൽ നിന്നുള്ള ഏജൻസികൾ തിരിച്ചടി നേരിടുകയായിരുന്നു. ഈസ്റ്റർ അവധിക്കാലത്ത് ജപ്പാനിലേക്കുള്ള ബുക്കിങ്ങുകളിൽ 50% വരെ കുറവുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൃത്യമായ പ്രവചനങ്ങൾ തത്സുഗ തന്റെ പ്രവചനങ്ങൾ ആദ്യമായി ദ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. 2011 തോഹാഗോ ഭൂകമ്പം, 1999 കോബെ ഭൂകമ്പം, ഫ്രെഡി മെർക്കുറിയുടെ മരണം തുടങ്ങിയ പ്രധാന സംഭവങ്ങൾ ഇവർ മുൻകൂട്ടി കണ്ടു പ്രവചിച്ചിരുന്നു. ഇതാണ് ആളുകളെ പരിചിതരാക്കാനുള്ള കാരണവും. ഇതിൽ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും എല്ലാം ഉണ്ട്. 2025 ജൂലൈയിലെ സുനാമി മുന്നറിയിപ്പാണ് ഇപ്പോൾ സഞ്ചാരികളെ പരിഭ്രാന്തരാക്കുന്നത്. 2011 ഉണ്ടായതിനേക്കാൾ 3
നൂറിരട്ടി ആഘാതമുള്ള സുനാമി പോലൊരു ദുരന്തമാണ് അവർ പ്രവചിച്ചിരിക്കുന്നത്. 2025 ഏപ്രിലിൽ ടോക്കിയോയിലെ ചൈനീസ് എംബസി സമീപകാലത്തെ ഭൂകമ്പങ്ങൾ കാരണം ജാഗ്രത പാലിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. എംബസി നൽകിയ മുന്നറിയിപ്പ് വിനോദസഞ്ചാരികളിലും താമസക്കാരിലും ഭയം വർദ്ധിപ്പിച്ചു. അതേസമയം ജപ്പാന്റെ കാലാവസ്ഥാ വകുപ്പ് ജൂലൈയിൽ ഇത്തരമൊരു ദുരന്ത സാധ്യതയൊന്നും കണ്ടെത്തിയിട്ടില്ല. 2011 ജപ്പാൻ സുനാമി, ഭൂകമ്പങ്ങൾ, ഏഷ്യയിലെ തീപിടുത്തങ്ങൾ എന്നിവയൊക്കെ ഇവർ പ്രവചിച്ചിരുന്നു. ജപ്പാന്റെ തെക്കൻ ജലാശയങ്ങളിലെ കടൽ തിളച്ചുമറിയാൻ തുടങ്ങുമെന്ന് പ്രവചനം അഗ്നിപർവ്വത സ്ഫോടന സാധ്യതകളാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനം ജപ്പാന്റെ തെക്കൻ ദ്വീപുകൾ, തായ്വാനിലെ തീരപ്രദേശങ്ങൾ, ഇന്തോനേഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവയെ ബാധിക്കാമെന്ന പ്രവചന സാധ്യതകൾ ഫാന്റസിയായി മാത്രം കാണുന്നവരും അനവധിയാണ്. അതേസമയം ബാബ വാങ്ക എന്ന പ്രവചകയുടെ 2025 പ്രവചനങ്ങളും യാഥാർത്ഥ്യമായി തുടങ്ങിയിരിക്കുകയാണ്. 2700-ലധികം ആളുകൾ കൊല്ലപ്പെട്ട സമീപകാലത്തെ വലിയ ദുരന്തമായിരുന്നു 2025 മാർച്ച് 28 മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പം. ഇത് കൂടാതെ 2025 ലോകത്ത് വലിയ ഭൂചലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ബാബ വാങ്ക പ്രവചിച്ചതായിട്ട് റിപ്പോർട്ടുള്ളത്. കൂടാതെ 2025 യൂറോപ്പിൽ ഒരു യുദ്ധവും ലോകമെമ്പാടും സാമ്പത്തിക ദുരന്തവും ഉണ്ടാകുമെന്നും പ്രവചിച്ചിട്ടുണ്ട്. 2025 മനുഷ്യരാശിയുടെ പതനത്തിന് തുടക്കം കുറിക്കുമെന്ന് ബാബ വാങ്കയും പറഞ്ഞതായും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മ്യാൻമർ ഭൂകമ്പത്തിന് 2 ദിവസത്തിന് ശേഷം ഓഷ്യാനിയ രാജ്യമായ ടോങ്കയിലെ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കൂടാതെ പസഫിക് ദ്വീപ് രാജ്യത്തിന് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇതെല്ലാം ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുന്നുവെന്നാണ് അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർ പറയുന്നത്. 1996 മരിക്കുന്നതിന് മുൻപ് ബാബ വാങ്ക നിരവധി പ്രധാന ലോക സംഭവങ്ങൾ പ്രവചിച്ചിരുന്നു. 2025 യൂറോപ്പിൽ ഒരു യുദ്ധം ആരംഭിക്കുമെന്നും അത് ഭൂഖണ്ഡത്തിലെ ജനസംഖ്യയെ നശിപ്പിക്കുമെന്നും പ്രവചിച്ചിരുന്നു. മനുഷ്യർ ഇതര ഊർജ്ജ സ്രോതസ്സുകൾക്കായി മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു. 2033 ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകി സമുദ്രനിരപ്പിൽ ഗണ്യമായ വർധനവിന് കാരണമാകുമെന്നും ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 5079 വരെ, അതായത് ലോകം അവസാനിക്കുമെന്ന് ബാബ വാങ്ക പറയുന്ന വർഷം വരെയുള്ള പ്രവചനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. 2130 മനുഷ്യർ അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കം സ്ഥാപിക്കുമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട്.